ചിന്താവിഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. നമ്മളെപ്പോഴും മറ്റൊരാൾ പറയുന്നത് കാര്യം കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുസരിക്കണമെങ്കിൽ നമുക്ക് അയാളോട് എന്തുണ്ടായിരിക്കണം? ഒരു ഇഷ്ടമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനോ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. ഈ ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ വചന സമീക്ഷ നമുക്ക് ആരംഭിക്കാം. ഏവരെയും നമ്മുടെ ഈ വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ബാലൻ കുഞ്ഞുനാൾ മുതലേ ദേഷ്യവും വാശിയും ഒക്കെ ആയിട്ട് വളർന്നൊരു പയ്യൻ. ആരെന്ത് ചെയ്താലും അവൻ ആ ബ്ലെയിം, അതായത് മറ്റൊരാൾ ചെയ്തതാണ് തെറ്റ്, അവൻ ചെയ്യുന്നതെല്ലാം ശരി എന്നൊരു ചിന്തയിൽ ജീവിച്ച് വളർന്നൊരു കൊച്ച്. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സ്കൂളിലെ പാരൻസിനെ വിളിപ്പിക്കുമ്പോഴത്തേനും അവൻ പറയും, ഞാനല്ല ചെയ്തത്, അത് ഇവരാണ് ചെയ്തത്. ഇപ്പോൾ ടീച്ചർമാർ വഴക്ക് പറഞ്ഞാലും പറയും, ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കും. അതുപോലെ തന്നെ സ്കൂളിൽ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവനൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ എന്തെങ്കിലും ഗെയിം ആകട്ടെ, അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നതാകട്ടെ, അവൻ എപ്പോഴും ജയിക്കണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളൊരു വഴക്ക് പറയുന്നതോ ശാസിക്കുന്നതോ ഒന്നും ഇഷ്ടമില്ലാത്തൊരു പയ്യൻ. അപ്പോൾ അവൻ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നതൊക്കെ ഒന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ കുറേ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിലെ തോൽവിയും വിജയവും ഒക്കെ വരുന്നതാണ്, നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ വിജയം വരുമ്പോൾ മാത്രം സന്തോഷിക്കാതെ തോൽവിയൊക്കെ വരുമ്പോഴും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ആ മകനോട് തൻ്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ അവനെന്തോ ഒരു കാര്യവും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി കുഞ്ഞിലെ മുതലേ അവൻ ഈ വളർന്ന് അതായത് ഈ ഒരു രീതിയിൽ അവൻ വളർന്നത് കൊണ്ടാവാം അവന് പെട്ടെന്ന് ഈ പറയുന്ന സാധനങ്ങളൊന്നും അവന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനെ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം വരുന്നു, അവരോട് കോപിക്കുന്നു. അതായത് ഇപ്പോൾ അധ്യാപകനാകട്ടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാരൻസ് ആകട്ടെ, അവനൊന്നും ചിന്തിക്കാതെയാണ് അവൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞു മകൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മാറിയത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അതിനുമുമ്പ് നമ്മുടെ ഇന്നത്തെ വചന സമീക്ഷയിലെ ആദ്യത്തെ കോൾ വരുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? ചെങ്ങന്നൂർ. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓ, ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? ഓ, ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ആരുമില്ലാത്ത കർത്താവ് കൂടെ ഉണ്ടെന്നാണല്ലോ. ഓക്കെ. അപ്പോൾ അമ്മ, നമ്മുടെ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ. ദൈവത്തിൽ നിന്നുള്ള നീതി എല്ലാവർക്കും ലഭിക്കുന്നത് ഏതിലൂടെയാണ്? അല്ലല്ലോ. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഓക്കെ. അപ്പൊ എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? എല്ലാ ദിവസവും പോകാറുണ്ടോ? എല്ലാ ദിവസവും പോകാറുണ്ട്. അപ്പോൾ എന്നും പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ പറ്റാറുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥനയൊക്കെ? ആണല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും ബൈബിളൊക്കെ വായിച്ചു തീർക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു 10-12 പ്രാവശ്യം ബൈബിൾ ഫുള്ള് വായിച്ചു തീർത്തിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഈ ബൈബിളൊക്കെ വായിച്ചു തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടല്ലോ, അത് സന്തോഷാണല്ലേ? ഓക്കെ. അതുപോലെ നമുക്ക് ബൈബിളിൽ ഇന്ന ഭാഗം ഇന്നടത്താന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോ ഏതേലും ഒരു വാക്യം പറഞ്ഞാലേ അത് ഇന്ന പുസ്തകത്തിലാണെന്ന് മനസ്സിലാവും. അത് നമ്മൾ അധികം ബൈബിളൊക്കെ വായിച്ചാലേ നമുക്കത് പെട്ടെന്ന് അറിയാനും മനസ്സിലാക്കാനും എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അത് ശരിയാണ്. അപ്പോൾ ഈ വായിച്ചു തീർത്തെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇത്രയും തവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആരുടെ പുസ്തകമായിരിക്കും? നമുക്ക് കൂടുതലും ഇൻട്രസ്റ്റ് തോന്നുന്ന പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കാൻ. പഴയ നിയമത്തിലെ പുസ്തകം. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കും? ഏത് പുസ്തകം വായിക്കാനായിരിക്കും? പഴയതില് വായിക്കാൻ ഇഷ്ടമുള്ളത് ശൗമയിലെ 1 ശൗമയില് 2 ശൗമയിലെ
ഒന്ന് രാജാവ്, രണ്ട് രാജാവ്, ഇതൊക്കെ നല്ല. ഓക്കെ. അത് പിന്നെ ജ്യൂസിന്റെ ചിലപ്പോൾ അത് സ്റ്റോറീസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ വായിക്കാൻ അത് ഇഷ്ടം. ഓക്കെ അമ്മ. ഓക്കെ ശരി. ഓരോരുത്തരുടെ കഥകളല്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓക്കെ 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 ശരി. ഓരോ രാജാക്കന്മാരുടെ ഒക്കെയല്ലേ. ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ആ ഓക്കെ. എല്ലാവരും പാപം ചെയ്യുന്നത് കൊണ്ട് നഷ്ടമാകുന്നത് എന്താണ്? ദൈവത്തിന്റെ തേജസ്. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ദൈവ തേജസ്. അപ്പൊ പാട്ടൊക്കെ പാടാറുണ്ടോ? ആ എനിക്ക് ട്യൂണൊക്കെ ഇട ഒച്ചയൊക്കെ പ്രായമല്ലേ, പിന്നെ ചുമ്മാ പാടും, എന്നും പാടില്ലേ. ആണല്ലേ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാടാൻ പറ്റുമോ? ആ ട്യൂണൊന്നും കാണുകയില്ല. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ. പ്രാർത്ഥിച്ചാലുത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ പുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം നിശ്ചയം നിശ്ചയം, അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല, നിശ്ചയം നിശ്ചയം, അത് നിശ്ചയം. വാർത്തകൾ ചെയ്തവനകേതുവില്ല, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, മറു നിശ്ചയം. മതിയോ? ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് പാടി തന്നു. താങ്ക് യു കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ ചുമ്മായിട്ട് പാടുന്നതേ ഉള്ളൂ. ദൈവം എനിക്ക് അനുഭവത്തിൽ പാടുന്ന. അത് മതി. നമുക്ക് ഈണവും താളവും ഒന്നും ഇല്ലെങ്കിൽ എന്താ, നമ്മളെ കർത്താവിനെ പ്രഘോഷിക്കുന്നതാണ് മെയിൻ. ഓക്കെ അമ്മ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. നീതീകരിക്കുന്നത് എങ്ങനെയാണ്? അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ക്രിസ്തു യേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കർത്താവ് തന്നൊരു പ്രവൃത്തി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു സാക്ഷ്യം പോലെ. എല്ലാം എന്റെ ജീവിതമേ സാക്ഷ്യമാണ്. ഓക്കെ. ജീവിതമേ സാക്ഷ്യം. ഒന്നും ഇല്ലാത്ത അവസ്ഥയില്ല ഞാൻ എന്റെ കർത്താവിനെ ചെന്ന് വിളിച്ചു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ ദൈവം എന്നെ സമൃദ്ധിയായി എനിക്ക് ഒന്നാമത് എന്റെ കർത്താവിനെ അറിയാനുള്ള കൃപ ലഭിച്ചു. എന്റെ കർത്താവ് ആരാണ്? വലിയവനാണ്, വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. കർത്താവിന്റെ പുറകെ ചെന്നാല കണ്ണുനീരോടെ ചെന്നാൽ മാറിപ്പോകത്തില്ല. കൂടെ നിന്ന ഓരോ ചെറുതും വലുതുമായ ആവശ്യങ്ങളും ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവം ആരുണ്ട് ഈ ലോകത്തില്? പെറ്റമ്മയെക്കാട്ടി സ്നേഹിക്കുന്ന ഒരു ദൈവം എന്റെ ദൈവം. എനിക്ക് അതേ ഉള്ളൂ സാക്ഷ്യം പറയാൻ. അതെ അതെ, കർത്താവിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവായിട്ട് ചേർന്ന് ജീവിച്ചാൽ മതി കേട്ടോ അമ്മ. ഓക്കെ, ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം പാപം. ഓക്കെ, അപ്പോൾ അമ്മ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. ഓക്കെ, ശരി അമ്മ. താങ്ക് യു. ലീലാമ്മ എന്തിയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അവൾ കുറച്ച് വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ്. പക്ഷെ കർത്താവിൻ്റെ പ്രത്യാശയാണ് അമ്മയെ നയിക്കുന്നത്. അപ്പോൾ അമ്മ ഇനിയും ഞങ്ങളെ വചന സമീക്ഷയിൽ വിളിക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കഥയുടെ മറ്റു ഭാഗത്തിലോട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ പയ്യൻ്റെ വാശിയൊക്കെ കാരണം അപ്പനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ പറഞ്ഞു നോക്കി, ശ്രമിച്ചു നോക്കി. അവനൊരു കൗൺസിലറിൻ്റെ അടുത്ത് വരെ അവർ കൊണ്ടെത്തിച്ചു. എന്നിട്ട് പറഞ്ഞു അവനിങ്ങനെ വാശിയാണ്, അവൻ എല്ലാത്തിലും ജയിക്കണം, അവനൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല, അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ രീതിയിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അപ്പനും അമ്മയും ജീവിക്കുകയാണ്. അപ്പോൾ ഈ മകനടുത്ത് കുറേ പറഞ്ഞു, തല്ലി നോക്കി, അടിച്ചു നോക്കി, എന്നിട്ടും ആ മകനൊരു മാറ്റമില്ല. അപ്പോൾ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് അവനൊരു കണ്ണാടിയുടെ മുന്നിൽ നിർത്തുന്നുണ്ട്. കണ്ണാടിയെ മുന്നിൽ നിർത്തിയിട്ട് അവനോടൊരു കാര്യം പറഞ്ഞു, മോനെ
നീ ഈ കണ്ണാടി കൂടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ മകൻ പറഞ്ഞു, അത് എൻ്റെ രൂപം തന്നെയാണ് അപ്പ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ മറ്റുള്ളവരെ എന്തിനാണ് നീ ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു. അതായത് നിൻ്റെ തെറ്റുകളൊക്കെ മറച്ചു വെച്ചിട്ട് നീ എന്തിനാണ് മറ്റുള്ളവരെ തെറ്റുകാരായിട്ട് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിന് മനസ്സിലായില്ല. കാരണം ഒന്നാമത് കുഞ്ഞ് മാത്രമല്ല, കുഞ്ഞിലെ മുതലേ അവൻ ഈ കാര്യങ്ങളൊക്കെ ശീലിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇവർ ആരെന്ത് പറഞ്ഞിട്ട് അവന് ഒരു മാറ്റവും ഇല്ല. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ കൊച്ചു പയ്യൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. കുറേ നാളുകൾക്ക് ശേഷം അവൻ വലുതാകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് അതിന് മുമ്പ് അടുത്തൊരു കോളോട് വരുന്നുണ്ട്. വചന സമയത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫെബിയ. എവിടെ നിന്നാണ്? അമ്പൂരി. അമ്പൂരി. എന്താ പഠിക്കുവാണോ? ആ. എത്രയിലാ? ഇനി 9. ഇനി 9. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പയുണ്ട്, മമ്മിയുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തി എത്രയിലാ? 2. 2ാം ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ, നല്ലത്. അപ്പം 10ാം ക്ലാസ്സിലെ ഫുൾ A+ അല്ലേ? ആ. നല്ല മാർക്ക് കിട്ടുമല്ലേ? ആ, കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കും കേട്ടോ. ആ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ആ. ഓക്കെ. റോമാർക്ക് എഴുതിയ ലേഖനം പുതിയ നിയമത്തിൽ എത്രാമത്തെ പുസ്തകമാണ്? 6. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം 6ാം പുസ്തകം. എന്നും ഫെബിയയ്ക്ക് ഇവിടെ പള്ളിയിലേക്ക് പോകാൻ പറ്റാറുണ്ടോ? ആ, പറ്റാറുണ്ട്. എല്ലാ ദിവസവും പള്ളി പോകാറുണ്ട്? ആ. എന്നും കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ടോ? ആ. എല്ലാ ദിവസവും എത്തിക്കാറുണ്ടോ? ആ. ഓക്കെ. അപ്പോൾ ബൈബിളൊക്കെ എന്നും വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എന്നുമില്ല. എന്നും ഇല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ടല്ലേ? അപ്പോൾ കൊച്ച് ഈ വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് എടുത്തു വെച്ച് വായിക്കുന്ന ഏത് വചനമായിരിക്കും, അല്ലെങ്കിൽ ഏത് പുസ്തകമായിരിക്കും? സങ്കീർത്തനം. സങ്കീർത്തനത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വചനം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഏതേലും മതി. സങ്കീർത്തനം 91. അത്തിനായി ശവശരീരയിൽ പാക്കുകയും ചെയ്യുന്നത് യഹോവയെ കുറിച്ച് അവന്റെ ശരീരവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതൊരു കർത്താവിന്റെ സംരക്ഷണത്തിന്റെ വചനമല്ലേ? ആ, ഓക്കെ. അപ്പോൾ എന്നും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും ആ ഒരു അധ്യായം മൊത്തം വായിച്ചിട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. കർത്താവിന്റെ സംരക്ഷണം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം 16. ഓക്കെ. പള്ളിയിൽ കൊയറൊക്കെ ഉണ്ടോ? കൊയറിലൊക്കെ മെമ്പറാണോ? ആണ്. ഓക്കെ. അപ്പോൾ പാട്ട് പാടാൻ അറിയാം നല്ലവണ്ണം? ഇല്ലേ? ഓ, അത് കുഴപ്പമില്ല. നല്ലോണം ഒന്നും പാടണ്ട, ചെറുതായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 4 വരി പാടിത്തരുമോ? ഓക്കെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എന്റെ പ്രാർത്ഥന എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എന്റെ അമ്മയോ മനുഷ്യമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാദൻ വഴി നടത്തും. അമ്മയോ മനുഷ്യമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാദൻ വഴി നടത്തും. ഇതാണ് ഒട്ടും പാടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞേ? നല്ലോണം പാടിയല്ലോ. ഓക്കേടാ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ. റോമാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? അതായത് ആരാണ് റോമാർക്ക് എഴുതിയ ലേഖനം എഴുതിയത്? പൗലോസ്. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം പൗലോസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ.
സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവനായ അപ്പോസ്തോലൻ ആരാണ്? അതെ അതെ, പൗലോസ് ആണ് കേട്ടോ. അപ്പോൾ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ എന്നും പള്ളിയിലൊക്കെ പോകാറുണ്ടല്ലോ? ആണ്. ഓക്കെ. അപ്പൊ എന്നും കുടുംബ പ്രാർത്ഥന എത്തിക്കണം, പിന്നെ എന്നും ബൈബിളൊക്കെ വായിക്കണം കേട്ടോ. പഠിക്കുന്നതിന് പോകുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഇപ്പോൾ സങ്കീർത്തനം 91 മൊത്തം വായിച്ച് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കേടാ, ഓക്കെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാവേ. ഓക്കെ, ശരിയടാ. താങ്ക് യു സോ മച്ച്. ഫെബി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ നല്ലോണം പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിത്തന്നു. കൊച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഞങ്ങളെ വചന സമീക്ഷയിൽ വിളിക്കുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ കഥയുടെ മറ്റു ഭാഗത്തിലൂടെ നമുക്ക് തിരിയാം. ഇവൻ വലുതായി കഴിഞ്ഞു, അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലുള്ള ടോർച്ച് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതിനപ്പുറം പുറത്തുള്ള ആൾക്കാരും അവൻ്റെ ഈ പ്രശ്നത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി അത് മറ്റുള്ളവരുടെ പ്രശ്നമല്ലാതെ എൻ്റെ തന്നെ പ്രശ്നമാണെന്ന് അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ്റെ കുഞ്ഞിലെ അപ്പൻ പറഞ്ഞൊരു കാര്യം കൂടെ അവൻ ഓർത്തു. കണ്ണാടിയുടെ മുന്നിൽ നിർത്തിയിട്ട് അവൻ്റെ അപ്പൻ പറഞ്ഞായിരുന്നു, നീ നിന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാകും നിൻ്റെയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും പ്രോബ്ലങ്ങൾ എന്താണെന്നും മനസ്സിലാവുന്നു. അപ്പോൾ ഈ മകൻ വലുതായി കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് അവൻ നോക്കുന്നുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്നെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയത് എന്തിനാലാണ്, അല്ലെങ്കിൽ എന്താണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുമ്പ് നമ്മുടെ അവസാനത്തെ കോളും കൂടെ വരുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പന്തളത്ത് നിന്നാണ് അല്ലേ? അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? ഞാൻ തന്നെ ഉള്ളൂ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ വീട്ടിൽ തന്നെയാണോ അതോ എന്തെങ്കിലും വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ബൈബിൾ ക്വിസ് വേറെ എഴുതുന്നുണ്ട്, അയക്കുന്നുണ്ട്. ആണല്ലേ? ബൈബിൾ എഴുതാറൊക്കെ ഉണ്ടോ? ഇല്ല, ബൈബിൾ എഴുതാറില്ല. അപ്പോൾ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അപ്പോൾ ഓക്കെ. എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? ഉണ്ട്. ശരി ആൻറ്റി. അപ്പോൾ ആൻറ്റി, നമ്മുടെ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ആയിത്തീർന്നു, എങ്ങനെയുള്ളവരായി? അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം കൊള്ളരുതാത്തവരായി. ഓക്കെ. എപ്പോഴെങ്കിലും ബൈബിള് അത് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചോണ്ടിരിക്കുന്ന സമയം അതൊക്കെ 2-3 പ്രാവശ്യം വായിച്ചു തീർത്തു. പക്ഷെ ഇപ്പൊ ഓർമ്മ വെക്കുന്നില്ല. ആണല്ലേ? അത് കുഴപ്പമില്ല, കുറെ വർഷം ആയില്ലേ, അതുകൊണ്ടായിരിക്കും മേബി. ഓക്കെ. അപ്പോൾ ഓർമ്മയിൽ നിന്നും ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വചനം നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എന്തിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചത്. ഈ വചനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് ഇഷ്ടമാണ്. ഓക്കെ. നമ്മളെപ്പോഴും ഇഷ്ടമാണെന്നല്ല, എപ്പോഴും നമ്മള് മനസ്സിൽ ഓർമ്മ വരുന്ന വചനം ഇതാണല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാവേ. അവരുടെ തൊണ്ട എന്താകുന്നു? തുറന്ന ശവക്കുഴി. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം തുറന്ന ശവക്കുഴി. അപ്പോൾ പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാടാം. ഓക്കെ ആൻറ്റി. പ്രത്യാശയേകുന്ന സ്നേഹവാരിതേ എപ്പോൾ പ്രത്യക്ഷമാകുമോ? നിന്നാരവിലെ കാത്തു ചെമ്മയോതിരിക്കുവാൻ, നിന്മാരവിലെ കാത്തു ചെമ്മയോതിരിക്കുവാൻ, നിന്മഹാകൃപയേകി ഏഴേ പോറ്റേണമേ, നിന്മഹാകൃപയേകി ഏഴേ പോറ്റേണമേ. എപ്പോ പ്രത്യാശയാകുന്ന സ്നേഹവാരിതേ എപ്പോൾ പ്രത്യക്ഷനാകുമോ? നല്ലോണം പാടി കേട്ടോ. താങ്ക് യു.
ഓക്കെ ആൻറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ആ. അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ശാപവും കയ്പും. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ശാപവും കയ്പും. ഓക്കെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിൽ കർത്താവിൻ്റെ ഒരു അനുകമ്പ അല്ലെങ്കിൽ കർത്താവ് ചേർന്നിട്ട് ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ലേ? അങ്ങനെ ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അടുത്ത പ്രാവശ്യം മതിയോ? എന്തോ? മതി മതി അത് മതി അത് മതി അത് മതി അടുത്ത പ്രാവശ്യം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ആ. ഓക്കെ. ആര് പാപം ചെയ്താണ് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നത്? ആര് പാപം ചെയ്താണ് ദൈവ തേജസ് ഇല്ലാത്തവരായിരിക്കുന്നത്? എല്ലാവരും പാപം ചെയ്ത്. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം എല്ലാവരും. ആ. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ആ. ഇനിയും ഞങ്ങളുടെ വചന സമീക്ഷയിൽ വിളിക്കുക. ഞങ്ങൾ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻറ്റിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആ, പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആൻറ്റി, താങ്ക് യു സോ മച്ച്. ഓക്കെ. ആലീസ് ആൻറ്റിയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. നല്ലോണം പാട്ടും വചനം ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ ആൻറ്റി ഇനിയും ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ കഥയുടെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് നമുക്ക് തിരിയാം. അവൻ ഈ വലുതായിട്ട് പിന്നെയും ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അവൻ നോക്കുകയാണ്, എനിക്ക് എവിടെയാണ് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് അവൻ ചിന്തിക്കുകയാണ്. അപ്പോൾ തന്നെ അവന് മനസ്സിലായി തൻ്റെ അഹങ്കാരവും കുഞ്ഞിലെ മുതലേ അവൻ ശീലിച്ച് വന്നൊരു ജീവിതവും അതാണ് അവൻ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ്? നമ്മളെപ്പോഴും മറ്റൊരാരെയും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യകതകളും സഹനം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻസ് മാത്രം നമുക്ക് തന്നെ നൽകും. ബാക്കിയുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എപ്പോഴും എല്ലാവരും സ്വാർത്ഥരാണ്. ആരും ആർക്കു വേണ്ടി ജീവിക്കുകയോ അല്ലെങ്കിൽ ആർക്കോ ഒരു കുഞ്ഞ് സഹായം പോലും ചെയ്യാറില്ല. ഈവൻ ഒരു രക്തബന്ധത്തിലുള്ളവർ പോലും തമ്മിൽ എങ്ങനെയാണ് സഹായിക്കുക അല്ലെങ്കിൽ തമ്മിൽ മറ്റൊരു കൂടപ്പിറപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് പോലും ആരും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവ് വചനത്തിലൂടെ പറയുന്നത് ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഒരു വചനം നമ്മളെപ്പോഴും കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് സ്നേഹം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ നൽകുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളൊരു സഹായം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ വഴിയും കർത്താവിൻ്റെ പാതയും അല്ലെങ്കിൽ കർത്താവ് നമ്മളൊക്കെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരും ഓരോരുത്തരും നമുക്ക് സ്നേഹിക്കാൻ ശ്രമിക്കാം. ഈ ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ വചന സമീക്ഷ ഇവിടെ നിർത്തുകയാണ്. നല്ല നല്ല കോളുകളും നല്ല നല്ല സ്റ്റോറീസുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്.